വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോ കെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക്കിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇലക്ട്രോഫോറസിസ് ആണ്. ഏതൊക്കെ എക്സാമിലാണ് ഈ ഇലക്ട്രോഫോറസിസ് വരുന്നത് നിങ്ങൾക്കറിയോ? നമ്മുടെ JSO, അതായത് ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ മൈക്രോബയോളജിയുടെ ഒരു എക്സാം വിളിച്ചിട്ടുണ്ടല്ലോ, അതിൽ ഇലക്ട്രോഫോറസിസ് വരുന്നുണ്ട്. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതിലും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബയോ കെമിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ബയോ കെമിസ്റ്റ് അതിലും വരുന്നൊരു ടോപ്പിക്കാണ് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അതുപോലെ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ നമുക്കിന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ടേം റെഫേഴ്സ് ടു ദ മൂവ്മെൻറ്റ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ത്രൂ എൻ ഇലക്ട്രോലൈറ്റ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എൻ ഇലക്ട്രിക് ഫീൽഡ്? ഓപ്ഷൻസ്: ഇലക്ട്രോളിസിസ്, ഇലക്ട്രോഫോറസിസ്, ക്രൊമറ്റോഗ്രഫി, സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ ഡെഫിനിഷൻ വളരെ കൃത്യമായിട്ട് അറിയണം. അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് ഒന്നുകൂടെ പോവാം. വാട്ട് ടേം റെഫേഴ്സ് ടു ദ മൂവ്മെൻറ്റ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ? ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻ്റ് ആണ് ത്രൂ എൻ ഇലക്ട്രോലൈറ്റ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എൻ ഇലക്ട്രിക് ഫീൽഡ്. ഏതാ ആൻസർ വരുന്നത്? ഇലക്ട്രോഫോറസിസ് അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻ്റ് ആണ്. ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അത് അയോൺസ് ആവാം, മാക്രോ മോളിക്യൂൾസ് ആവാം. ഈ മാക്രോ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ DNA, അതുപോലെ പ്രോട്ടീൻസ്, ഇതൊക്കെ മാക്രോ മോളിക്യൂളിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് ത്രൂ എ മീഡിയം ഉണ്ട് അല്ലേ? ആ മീഡിയം എന്ന് പറയുന്നത് ജെല്ലാവാം, അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ആവാം. അങ്ങനെ ഒരു മീഡിയത്തിൽ കൂടെയാണ് ഇത് പാസ് ചെയ്യുന്നത് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എൻ ഇലക്ട്രിക് ഫീൽഡ്. ഈ ടെക്നിക്കിനെയാണ് നമ്മൾ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. ഇത് ഒരുപാട് അപ്ലിക്കേഷൻസ് വരുന്നതാണ്. കാരണം മോളിക്കുലാർ ബയോളജിയിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും ബയോ മോളിക്യൂൾസിൻ്റെ സെപ്പറേഷനും അനാലിസിസിനും ഒക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്കായതുകൊണ്ട് ഇലക്ട്രോഫോറസിസ് നിങ്ങൾ എന്തായാലും പഠിക്കണം. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? സെപ്പറേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ബയോ മോളിക്യൂൾസ്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഇലക്ട്രോഫോറസിസ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് മൂവ് ടുവേർഡ് വിച്ച് ഇലക്ട്രോഡ്? ഓപ്ഷൻസ്: ആനോഡ്, കാഥോഡ്, ബോത്ത് ഇലക്ട്രോഡ്സ്, നൺ ഓഫ് ദ എബോവ്. അപ്പം നമുക്ക് കുറേ പേർക്ക് അറിയുന്നൊരു ടേമാണ് ഇലക്ട്രോഫോറസിസ്. അതിലെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇലക്ട്രോഫോറസിസിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എങ്ങോട്ടാണ് പോകുന്നത്? ഈ കാറ്റോൺസിൻ്റെ പ്രത്യേകത എന്താണ്? അതാണ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. പോസിറ്റീവ്ലി ചാർജ് ഉള്ളത് എവിടേക്കായിരിക്കും നോർമലി പോകുന്നത്? നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡിലേക്ക്, അതായത് കാഥോഡിലേക്ക്. അപ്പോൾ ഓർത്ത് വെച്ചാൽ മതി, കാറ്റോൺസ് പോകുന്നത് എവിടേക്കാണ്? കാഥോഡിലേക്ക്. പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എവിടേക്കാണ് പോകുന്നത്? ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോഡിലേക്ക് അല്ലേ? അപ്പോൾ നെഗറ്റീവ്ലി ചാർജുള്ള ഇലക്ട്രോഡ് ആയിട്ടുള്ള കാഥോഡിലേക്കാണ് അവർ പോകുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എങ്ങോട്ട് പോകും? അതായത് ആനോൺസ് എങ്ങോട്ടാണ് പോകുന്നത്? ആനോൺസ് പോകുന്നത് ആനോഡിലേക്ക്. ആനോൺസിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവ്. മൂവ് ടുവേർഡ്സ് ദ ആനോഡ്. ആനോഡിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ് അല്ലേ? പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോഡാണ് ആനോഡ് എന്ന് പറയുന്നത്. കാറ്റോൺ എന്ന് പറയുമ്പോൾ പോസിറ്റീവും ആനോൺ എന്ന് പറയുമ്പോൾ നെഗറ്റീവും ആണ്. കാഥോഡ് നെഗറ്റീവും ആനോഡ് പോസിറ്റീവും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യനും കൂടി കേട്ടാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആകും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്? പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ കാറ്റോൺ എവിടേക്കാണ് പോകുന്നത്? കാഥോഡിലേക്ക്. അതല്ലേ ആൻസർ വരുന്നത്? ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതുമായി റിലേറ്റ് ചെയ്ത് തന്നെയാണ്. ഇൻ ഇലക്ട്രോഫോറസിസ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഓർ ആനിയോൺസ് മൂവ് ടുവേർഡ് വിച്ച് ഇലക്ട്രോഡ്? ഈ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആനോഡ്, കാഥോഡ്, ബോത്ത് ഇലക്ട്രോഡ്, നൺ ഓഫ് ദ എബോവ്. അപ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്, അതായത് ആനോൺസ് ആനോഡിലേക്ക് പോകും അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ക്ലിയർ ആയല്ലോ? സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Electrophoresis is widely used for the separation of which biomolecule in biological fluid? ബയോളജിക്കൽ ഫ്ലൂയിഡിലെ ഏത് ബയോമോളിക്യൂളിൻ്റെ സെപ്പറേഷന് വേണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ ഇലക്ട്രോഫോറസിസ് യൂസ് ചെയ്യുന്നത്?
ലിപ്പിഡ്സ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ന്യൂക്ലിക് ആസിഡ്. ഞാൻ പറഞ്ഞു പ്രോട്ടീൻസിൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് പ്രോട്ടീൻ്റെ കോമ്പോസിഷൻ ഉണ്ടല്ലോ, പ്രോട്ടീൻ കോമ്പോസിഷൻ അനലൈസ് ചെയ്യുക, അതുപോലെ മോളിക്കുലർ വെയിറ്റ്, ചാർജ് ഡിഫറൻസ്, ഇതെല്ലാം അനലൈസ് ചെയ്യാനൊക്കെ വേണ്ടി ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് SDS പേജ്. ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കുന്ന ഒരെണ്ണമാണ് കേട്ടോ SDS പേജ്. എന്താ SDS പേജ് എന്ന് പറഞ്ഞാൽ? എസ് എന്ന് പറഞ്ഞാൽ സോഡിയം ഡോഡെക്കൈൽ സൾഫേറ്റ്. SDS എന്ന് പറഞ്ഞാൽ സോഡിയം ഡോഡെക്കൈൽ സൾഫേറ്റ്. അതുപോലെ പേജ് എന്ന് പറഞ്ഞാൽ പോളി അക്രിലമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ്. അപ്പോൾ SDS പേജിൻ്റെ പ്രത്യേകത വിച്ച് സെപ്പറേറ്റ്സ് പ്രോട്ടീൻസ്. എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ ദ സൈസ്, പ്രോട്ടീൻ്റെ സൈസ് അനുസരിച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ മെത്തേഡ് ഉണ്ട്. അഗാരോസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? എഗാറോസ്, പോളി അക്രിലമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ് ഒക്കെ, ഇതൊക്കെ വരുന്നത് സീറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസിൻ്റെ ഭാഗമായിട്ടാണ്. SPE എന്നും പറയും കേട്ടോ, സീറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ്. അപ്പോൾ അവിടെയൊക്കെ വരുന്നത് ഈ പ്രോട്ടീൻ്റെ ഫ്രാക്ഷനേഷൻ തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അഗാരോസ് അല്ലെങ്കിൽ പോളി അക്രിലമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്താണ് SDS പേജ്, അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എന്താണ്, SPE എന്താണ്, എന്തിൻ്റെ ബേസിലാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്, ഏതാണ് ഉപയോഗിക്കുന്നത്, ഏത് ബയോമോളിക്യൂളിൻ്റെ കേസിലാണ് വരുന്നത്, ഇതെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Who invented the technique of electrophoresis and won the Nobel Prize in 1948? അപ്പോൾ ഇലക്ട്രോഫോറസിസ് ഇൻവെൻറ്റ് ചെയ്തത് ആരാണ്? ടിസേലിയസ്, വാട്സൺ, പോളിംഗ്, സാങ്ങർ. ആരാണ് വരുന്നത്? ടിസേലിയസ് ആണ് വരുന്നത് അല്ലേ. ഇലക്ട്രോഫോറസിസ് കണ്ടുപിടിച്ചത്, ഇൻവെൻറ്റ് ചെയ്തത് ആരാണ്? ടിസേലിയസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയ വർഷം വരെ ചോദിക്കും. 1948 ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോളൂ. അപ്പം ഇവിടെ അദ്ദേഹത്തിൻ്റെ റിസർച്ച് എന്ന് പറയുന്നത് ഇലക്ട്രോഫോറസിസിലും അഡ്സോർപ്ഷൻ അനാലിസിസിലൊക്കെ ആയിരുന്നു. ഇത് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ പ്രോട്ടീൻസിൻ്റെയും മൈക്രോ മോളിക്യൂൾസിൻ്റെയൊക്കെ സ്റ്റഡിക്കാണ് കേട്ടോ. സ്റ്റഡി ഓഫ് പ്രോട്ടീൻ ആൻഡ് അതർ മൈക്രോ മോളിക്യൂൾസ്, അതിൻ്റെയൊക്കെ കാര്യങ്ങൾക്ക് ഒത്തിരി സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. അതായത് ഇൻവെൻഷൻ ഓഫ് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് 1948 നോബൽ പ്രൈസ് ലഭിക്കുന്നത്. ആരാണ്? ടിസേലിയസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രൈമറി പ്രിൻസിപ്പിൾ ബിഹൈൻഡ് electrophoresis? Options: adsorption of molecule, movement of charged particles in an electric field, chemical reaction between molecule, absorption of light by molecule. ഏതാണ് പ്രൈമറി പ്രിൻസിപ്പിൾ? ഇലക്ട്രോഫോറസിസിൻ്റെ പ്രൈമറി പ്രിൻസിപ്പിൾ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മൂവ്മെൻറ്റ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എൻ ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ പലതവണ പറഞ്ഞതാണ് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ടെക്നിക്ക് ചാർജ്ഡ് മോളിക്യൂൾസിൻ്റെ സെപ്പറേഷനായിട്ട് ഉപയോഗിക്കുന്നതാണ്. DNA, RNA, പ്രോട്ടീൻ പോലെയുള്ള കാര്യങ്ങൾക്ക് ബേസ്ഡ് ഓൺ ദ സൈസ് ആൻഡ് ചാർജ് അല്ലേ, ഈ രണ്ട് കാര്യങ്ങളെയും ബേസ് ചെയ്തിട്ട്, സൈസിനെയും ചാർജിനെയും ബേസ് ചെയ്തിട്ടാണ്. അത് നിങ്ങൾ മറക്കരുത് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈസിനെയും ചാർജിനെയും ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ അപ്ലൈയിങ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ മൂവ്മെൻറ്റ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് directly affect the rate of migration of particle in electrophoresis? Options: net charge on the particle, mass and shape of the particle, strength of the electric field, all of the above. ഏതായിരിക്കും? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, എന്നിട്ട് നിങ്ങൾ പറയണം ഏതാ ആൻസർ എന്ന്. ഓക്കെ, അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഇലക്ട്രോഫോറസിസിൻ്റെ റേറ്റ് ഓഫ് മൈഗ്രേഷൻ ഓഫ് പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ കുറേ കാര്യങ്ങൾ ഈ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചാർജാണ്, നെറ്റ് ചാർജ്. ഈ ചാർജിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ചാർജ് ഇങ്ങനെ കൂടുക, ഗ്രേറ്റർ ദ ചാർജ് ആവുമ്പം ഈ ഫോഴ്സ് എക്സേർട്ട് ചെയ്യൂല, ഇലക്ട്രിക് ഫീൽഡ് മുഖേന ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, അത് സ്ട്രോങ്ങർ ആവും, അതിൻ്റെ ഫലമായിട്ട് ഫാസ്റ്റർ ആയിരിക്കും മൈഗ്രേഷൻ നടക്കുന്നത്. അപ്പോൾ ചാർജ് കൂടുമ്പോൾ മൈഗ്രേഷനും കൂടും. ഓക്കെ, സെക്കൻഡ് വൺ മാസ് ആൻഡ് ഷേപ്പ്. മാസ് ആൻഡ് ഷേപ്പിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
ലാർജ് അല്ലെങ്കിൽ മോർ കോംപ്ലക്സ് ഷേപ്പ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾ ആണെങ്കിൽ, ഇപ്പോൾ ലാർജ് നമ്മളിങ്ങനെ വലുത് എന്നുള്ള രീതിയിൽ തന്നെ ഉദ്ദേശിക്കുക, ലാർജ് അല്ലെങ്കിൽ മോർ കോംപ്ലക്സ് ഷേപ്ഡ് മോളിക്യൂൾ ആണെങ്കിൽ ഗ്രേറ്റർ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും ഈ മീഡിയത്തിൽ നിന്ന്. അതിൻ്റെ ഫലമായിട്ട് മൂവ്മെൻറ്റ് സ്ലോ ഡൗൺ ചെയ്യും. മനസ്സിലായോ? മാസ് അല്ലെങ്കിൽ ഷേപ്പിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ കോംപ്ലക്സ് ഷേപ്പ് ആവും തോറും റെസിസ്റ്റൻസ് ആണ് കൂടുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? സ്ലോസ് ദെയർ മൂവ്മെൻറ്റ്. ഇനി മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് സ്ട്രെങ്ത് ആണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ നെറ്റ് ചാർജ് പറഞ്ഞു, രണ്ട് മാസ് ആൻഡ് ഷേപ്പ് പറഞ്ഞു, മൂന്നാമത്തെ എന്താണ്? സ്ട്രെങ്ത്. ഈ സ്ട്രെങ്ത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾക്ക്? സ്ട്രെങ്ത്തിൽ സ്ട്രോങ്ങർ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ, സ്ട്രോങ്ങർ ഞാൻ അങ്ങനെ തന്നെ കാണിക്കുന്നു, സ്ട്രോങ്ങർ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഗ്രേറ്റർ ഫോഴ്സ് ആയിരിക്കും ചാർജ്ഡ് പാർട്ടിക്കിളിൽ അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് മൈഗ്രേഷൻ സ്പീഡും കൂടും. മനസ്സിലായോ? സ്ട്രോങ്ങർ ഇലക്ട്രിക് ഫീൽഡ് ആകുമ്പോൾ ഗ്രേറ്റർ ആയിരിക്കും ഫോഴ്സ് വരുന്നത്, അതിൻ്റെ ഫലമായിട്ട് മൈഗ്രേഷൻ സ്പീഡ് കുറയും. ആരുടെ കേസിൽ? സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഏത് ഫാക്ടറാണ് ഈ ഇലക്ട്രോഫോറസിസിൻ്റെ മൈഗ്രേഷനെ എഫക്റ്റ് ചെയ്യുന്നത്? പോസിറ്റീവ് ആയിട്ടാണെങ്കിലും നെഗറ്റീവ് ആയിട്ടാണെങ്കിലും മൂന്ന് പേരും എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ചാർജിൻ്റെ കേസിൽ ചാർജ് കൂടുന്തോറും മൈഗ്രേഷൻ കൂടും. മാസ് ആൻഡ് ഷേപ്പിൽ കോംപ്ലക്സ് സ്ട്രക്ചർ ആകുമ്പോൾ മൈഗ്രേഷൻ കുറയും. സ്ട്രെങ്ത് ആകുമ്പോൾ സ്ട്രോങ്ങർ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻക്രീസ് ചെയ്യും മൈഗ്രേഷൻ. അപ്പോൾ മൂന്ന് പേരും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഒരാൾ ഇൻവേഴ്സ്ലി ആണെന്ന് മാത്രം. ക്ലിയർ ആയോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് നെറ്റ് ചാർജ് ഇൻഫ്ലുവൻസ് ഇലക്ട്രോഫോറസിസ്? നെറ്റ് ചാർജ് എങ്ങനെയാണ് ഇലക്ട്രോഫോറസിസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഒന്നും പറയേണ്ട, നേരത്തെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നോക്കാം. ഹയർ ചാർജ് ഇൻക്രീസസ് മൈഗ്രേഷൻ സ്പീഡ്, ഹയർ ചാർജ് ഡിക്രീസസ് മൈഗ്രേഷൻ സ്പീഡ്, ചാർജ് ഹാസ് നോ ഇഫക്റ്റ് ഓൺ മൈഗ്രേഷൻ സ്പീഡ്, ചാർജ് ഇഫക്ട്സ് ഓൺലി ഷേപ്പ് ഓഫ് ദ പാർട്ടിക്കിൾ. ഏതായിരിക്കും ആൻസർ? ഹയർ ചാർജ്, ചാർജ് കൂടുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ചാർജ് കൂടുമ്പോൾ സ്ട്രോങ്ങർ ദ ഫോഴ്സ് ആൻഡ് ലീഡിങ് ടു ഫാസ്റ്റർ മൈഗ്രേഷൻ. ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ് അല്ലേ. അപ്പോൾ ചാർജ് കൂടുമ്പോൾ മൈഗ്രേഷൻ സ്പീഡും കൂടുന്നു പറഞ്ഞു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻഫ്ലുവൻസ് ഇറ്റ്സ് മൈഗ്രേഷൻ ഇൻ ഇലക്ട്രോഫോറസിസ്? മാസ് കൂടുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? മാസ് എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് സ്ട്രക്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നതിൻ്റെ ഫലമായിട്ട് മൂവ്മെൻറ്റ് കുറയും അല്ലേ. അപ്പോൾ ലാർജർ പാർട്ടിക്കിൾ മൂവ് ഫാസ്റ്റർ. ശരിയാണോ? അല്ല. സ്മോളർ പാർട്ടിക്കിൾ മൂവ് ഫാസ്റ്റർ. കറക്റ്റ് ആണോ? ഏതാ വരുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. കറക്റ്റായിട്ട് ആൻസർ ഏതാണ്? സ്മോളർ പാർട്ടിക്കിൾ ആകുമ്പോൾ മൂവ് ഫാസ്റ്റർ. അവിടെ നിൽക്കട്ടെ. മാസ് ഹാസ് നോ ഇഫക്റ്റ്. അല്ല, തെറ്റാണ്. ബോത്ത് ലാർജ് ആൻഡ് സ്മോൾ, അതും തെറ്റാണ്. സ്മോളർ പാർട്ടിക്കിൾ ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? കോംപ്ലക്സ് സ്ട്രക്ചർ ആകുമ്പോൾ മൂവ്മെൻറ്റ് കുറയും അല്ലേ. അപ്പോൾ സ്മോളർ പാർട്ടിക്കിൾ ആകുമ്പോൾ ഫാസ്റ്റർ മൂവ്മെൻറ്റ് വരും. അപ്പം നമ്മുടെ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Why does pH of the medium affect electrophoresis? Options: it changes the charge of biomolecule, it affects the electric field strength, it does not affect migration at all, it only impacts the buffer composition. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? അതായത് പി എച്ച് എന്ന് പറയുമ്പോൾ പി എച്ചിന് ഇതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇലക്ട്രോഫോറസിസിൻ്റെ കേസിൽ. അതായത് ഇവിടുത്തെ ആൻസർ ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് ചേഞ്ചസ് ദ ചാർജ് ഓഫ് ദ ബയോമോളിക്യൂൾ ആണ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ പി എച്ച് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഇലക്ട്രോഫോറസിസിൽ. കാരണം പല ബയോമോളിക്യൂൾസിൻ്റെയും, അതായത് ഇപ്പോൾ പ്രോട്ടീൻസ്, അമിനോ ആസിഡൊക്കെ ബയോമോളിക്യൂൾ ആണല്ലോ, അതിൽ വരുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഇത് ഒന്നുകിൽ നമ്മുടെ പ്രോട്ടോൺസിനെ ഗെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ലോസ് ചെയ്യാം. അതൊക്കെ പി എച്ചിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പ്രോട്ടോൺസിനെ ഗെയിൻ ചെയ്യണം. നമ്മൾ പി എച്ച് സ്കെയിലൊക്കെ എന്താ പറയുന്നത്? ആസിഡിക് ആണോ ബേസിക് ആണോ എന്നൊക്കെ പറയും അല്ലേ. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഗെയിൻ ചെയ്യാണോ ലോസ് ചെയ്യാണോ എന്ന് പറയുന്നത്. ഇലക്ട്രോൺസിൻ്റെ കേസിലും അതിൻ്റെ ഓപ്പോസിറ്റാണ് പ്രോട്ടോൺസിൻ്റെ കേസിലും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് നെറ്റ് ചാർജിൽ വ്യത്യാസം വരും. ഈ നെറ്റ് ചാർജ് മാറുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ അതിൻ്റെ മൂവ്മെൻറ്റിനെ ബാധിക്കും. അതായത് ഇപ്പോൾ പി എച്ച് എന്ന് പറയുന്നത് ഒരു മോളിക്യൂളിൻ്റെ ഐസോ ഇലക്ട്രിക് പോയിന്റ് PI ആണ് കേട്ടോ. ഐസോ ഇലക്ട്രിക് പോയിന്റിനേക്കാളും ബിലോ ആണെങ്കിൽ പി എച്ച് എന്ന് പറയുന്നത് ഐസോ ഇലക്ട്രിക് പോയിന്റ് PI
അതിനേക്കാളും ബിലോ ആണെങ്കിൽ അത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും ക്യാരി ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് അത് എവിടേക്ക് മൂവ് ചെയ്യും? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡായിട്ടുള്ള കാഥോഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ മൂവ്മെൻറ്റ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി പി എച്ച് എന്ന് പറയുന്നത് ഐസോ ഇലക്ട്രിക് പോയിന്റിനേക്കാളും എബോവ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും ക്യാരി ചെയ്യുന്നത്. അപ്പോൾ അത് എവിടേക്ക് മൂവ് ചെയ്യും? ആനോഡിലേക്ക് മൂവ് ചെയ്യും. ഇനി പി എച്ച് ഈക്വൽ ടു പി ഐ, അതായത് ഈ പി എച്ച് വാല്യൂവും ഐസോ ഇലക്ട്രിക് പോയിന്റ് ഈക്വൽ ആണെങ്കിൽ അവിടെ നോ നെറ്റ് ചാർജ് അപ്പോൾ അവിടെ മൈഗ്രേഷൻ നടക്കുമോ? ഒരിക്കലുമില്ല, അവിടെ മൈഗ്രേഷൻ നടക്കില്ല. അപ്പോൾ വളരെ ഇമ്പോർട്ടൻസ് ഇല്ലേ പി എച്ചിന്? പി എച്ച് ബിലോ ഐസോ ഇലക്ട്രിക് പോയിന്റ് ആണെങ്കിൽ, ഒരു മോളിക്യൂളിൻ്റെ ഐസോ ഇലക്ട്രിക് പോയിന്റിനേക്കാളും കുറവാണ് അതിൻ്റെ പി എച്ച് എങ്കിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും കാഥോഡിലേക്ക് മൂവ് ചെയ്യും. എബോവ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും ആനോഡിലേക്ക് മൂവ് ചെയ്യും. ഈക്വൽ ടു ആണെങ്കിൽ എന്ത് സംഭവിക്കും? യെസ്, അവിടെ ന്യൂട്രൽ ആയിരിക്കും, നോ നെറ്റ് ചാർജ് ആൻഡ് വിൽ നോട്ട് മൈഗ്രേറ്റ്. അപ്പോൾ പി എച്ച് ഓഫ് ദ മീഡിയം ഡിറ്റർമിൻസ് ദ ഡയറക്ഷൻ, അതുപോലെ റേറ്റ് ഓഫ് മൈഗ്രേഷൻ ഒക്കെ കേട്ടോ. ബയോമോളിക്യൂൾ എങ്ങോട്ട് മൂവ് ചെയ്യണം ഇലക്ട്രോഫോറസിസിൽ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാ? നമ്മുടെ പി എച്ച് ആണ്. അപ്പോൾ പി എച്ച് ചേഞ്ചസ് ദ ചാർജ് ഓഫ് ബയോമോളിക്യൂൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ ആഴ്ചയിലും ഞാൻ വീഡിയോ ഇടും, മറക്കാതെ കണ്ടോളൂ കേട്ടോ. ഓക്കെ, താങ്ക്